സൈലം എക്സലൻസ് അവാർഡിന് പോയൊരു കഥ പറഞ്ഞാലോ? യെസ് ഗൈസ്, ഞാൻ രാവിലെ തന്നെ എണീച്ചത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നേ. ഈ ഒരു ഇവന്റിന് പങ്കെടുക്കണം എന്ന് എനിക്ക് 9ാം ക്ലാസ് പഠിക്കുമ്പോഴേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കിട്ടിയ ചാൻസ് മിസ്സാക്കിയില്ല. ഞാൻ നേരെ കണ്ണൂർ തലശ്ശേരിക്ക് വിട്ടു. എനിക്ക് ഇവിടുന്ന് അടുത്ത് കണ്ണൂർ തലശ്ശേരിയാണ്, അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. കോഴിക്കോടൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് വേറെ വേറെ ഡേറ്റുകളിലൊക്കെ ആയിട്ടാണ്. നമ്മൾ ആദ്യം കോഴിക്കോടൊക്കെ പോകുമെന്ന് വിചാരിച്ചു, പിന്നെ കണ്ണൂർ തലശ്ശേരി തന്നെ ആക്കി. നമ്മുടെ സാറന്മാർ വരുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, +1 ഒക്കെ. അതിനുശേഷം അറക്കൽ സാറും AD സാറുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫൂഫു സാറിനെ ഒന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ വന്നില്ല. അതായത് കോഴിക്കോടാണെന്ന് തോന്നുന്നു സാറ് വരല്. അപ്പോൾ സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. പിന്നെ അറക്കൽ സാറിൻ്റെ ഓരോരോ കോമഡികളൊക്കെ ആയിരുന്നു ആദ്യം തന്നെ. പിന്നെയാണ് AD സാറിനെ വിളിച്ചത്. കണ്ണിൽ ഉണ്ടപ്പുരിയുമായിട്ടുള്ള നമ്മുടെ സ്വന്തം മാത്സിന്റെ കുലപതി, മാത്സിന്റെ രാജാവ്, മാത്സിന്റെ എല്ലാം ആൻഡ് എന്തൊക്കെ മച്ച് മോർ, ബഹുമാനപ്പെട്ട AD സാർ. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ഇനിയും പറയണ്ടല്ലോ, നിങ്ങളുടെ സിലബസ്. സാറ് കരിയർ ഗൈഡൻസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുവോളജിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടർ ആതിര എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 10-12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് സമ്മാന വിതരണമൊക്കെ തുടങ്ങി. ആ കറുപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് കാണുന്നത് ഞാനാണ്. AD സാറിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനമൊക്കെ കിട്ടി, ഭയങ്കര സന്തോഷമായിട്ടാണ്. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറേ ആളുണ്ടായിരുന്നു, കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് സാറന്മാരുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. എനിക്ക് ആദ്യമൊക്കെ കുറച്ച് മടിയായിരുന്നെങ്കിലും പിന്നെ ഞാൻ പോയി. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. ഒരു സമയത്ത് നമ്മൾ TV-യിലും മൊബൈലിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന സാറന്മാർ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ പോകാൻ നേരത്ത് വ്ളോഗ് ചെയ്യുന്നതല്ലേ എന്ന് വെച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക്. മനസ്സറിഞ്ഞ് ചിരിച്ചും സന്തോഷിച്ചും ഉള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു.